പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിവാദങ്ങൾക്കോ വിമർശനങ്ങൾക്കോ അതീതനല്ല. അദ്ദേഹവും വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്, വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് വളരെ രൂക്ഷമായി പരാമർശിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചു എന്ന തരത്തിൽ ചില UDF ക്യാമ്പുകളിലും ലീഗുകാരും ഉയർത്തിക്കാട്ടി നടക്കുന്നത്. അതിന് അടിവരയിട്ട് പറയാം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന നേതാവാണ്, അല്ലെങ്കിൽ പരമോന്നത നേതാവാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും തടവറയിലാണ് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി, അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കഴമ്പുണ്ട്. മുസ്ലിം ലീഗ് ഏത് തട്ടിലാണ്, ഏത് പാളയത്തിലാണ് ഇപ്പോൾ? ജമാഅത്തെ ഇസ്ലാമി ലൈനിലല്ലേ? അതുപോലെ തന്നെ SDPIയുടെ ലൈനിലല്ലേ? അതായത് തീവ്ര വർഗീയത പറയുന്ന രാഷ്ട്രീയ കക്ഷിയായി മുസ്ലിം ലീഗ് മാറിയിട്ടില്ലേ? ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടത് മുസ്ലിം ലീഗും UDFും തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രി അത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത്. അതിനെയാണ് UDF VD സതീശൻ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, എന്തിന് അങ്ങനെ KM ഷാജി പോലും തങ്ങളെ തൊട്ട് കളിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന തരത്തിൽ ഭീഷണി സ്വരവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കേരളത്തിന് അപമാനമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കാൻ പാടില്ല എന്ന് കേരളത്തിലെങ്ങും ഇതുവരെ കണ്ട് കേട്ടിട്ടില്ല. ലീഗിൻ്റെ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് മാനുഷിക പദവിയിൽ നിന്ന് ദൈവിക പരിവേഷമൊന്നും ലഭിച്ചിട്ടില്ല. ദൈവമാണെങ്കിൽ പോലും നാട്ടുകാർ വിമർശിക്കണം. അങ്ങനെയാണ് കേരളത്തിൻ്റെ പാരമ്പര്യവും കീഴ്വഴക്കവും. അതിനെ വിമർശിച്ചതിനെ അത് ശരിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ വിമർശനം തെറ്റാണെന്ന് പറയാം. കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ഭീഷണി സ്വരമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള മറുപടിയാണ് എന്ന് പൊതുജനം തിരിച്ചറിയും. ലീഗിൻ്റെ മറുപടികളൊക്കെ നിശ്ചിതമായ മറുപടികളാണ്. അതായത് തികച്ചും ഭീഷണിയുടെ സ്വരത്തിലുള്ള മറുപടികളാണ്. VD സതീശനാണെങ്കിൽ എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ നേരത്തെ K സുരേന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന തരത്തിലുള്ള അവസ്ഥയിലാണ്. തീർച്ചയായും രാഷ്ട്രീയ കേരളം കൃത്യമായി കണക്കാക്കുന്നുണ്ട് ലീഗിന് പറ്റിയ അപജയങ്ങൾ. ലീഗിന് പറ്റിയ അപജയങ്ങൾക്ക് മുഖ്യ കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാകണമല്ലോ. സമസ്തയുടെ വിവാദം നമുക്കറിയാം. സമസ്തയിലെ മുക്കം ഫൈസൽ എന്താ പറഞ്ഞത്? സമസ്തയുടെ നേതാക്കളിൽ ഒരു വിഭാഗം എന്താണ് പറഞ്ഞത്? ഘാസി പദവിയിലിരിക്കാൻ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്നവർ അർഹരല്ല, യോഗ്യരല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെയല്ലേ അവർ വിമർശിച്ചത്? അപ്പോൾ എവിടെ പോയി? അപ്പോൾ ലീഗുകാർ എന്ത് ചെയ്തു? സമസ്തയ്ക്കുള്ളിലെ ലീഗുകാർ ബദൽ യോഗങ്ങൾ ചേർന്നു, ബദൽ സമ്മേളനങ്ങൾ ചേർന്നു. ഉമർ ഫൈസി ഫാറൂഖി അവിടെ അദ്ദേഹത്തെ മുസ്ലിം ലീഗ് അപ്പോൾ എന്ത് ചെയ്തു? ബദൽ യോഗങ്ങൾ ചേർന്നു. സമസ്തയിലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പറഞ്ഞ വ്യക്തികളെയൊക്കെ പുറത്താക്കണമെന്ന തരത്തിൽ പ്രമേയം പാസ്സാക്കി. എന്ത് നടന്നു? ആരെങ്കിലും പുറത്താക്കിയോ? ഇതെല്ലാം വെറും പ്രഹസനമാണ്. ആത്മീയ നേതാക്കളായിരിക്കണം. ആത്മീയ നേതാക്കൾ മതം പറഞ്ഞ് നടക്കേണ്ടവരാണ്, അവർ മതം പറയും. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ മതം പറയുന്നത് ശരിയല്ല എന്ന ഇടത് കാഴ്ചപ്പാട് അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് കേരളത്തിൻ്റെ എക്കാലത്തെയും ശരി. അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അത് CPMൻ്റെ പ്രഖ്യാപിത നിലപാട് അതാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇതിന്മേലുള്ള രാഷ്ട്രീയ ചർച്ച ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് UDF ആണ്, അല്ലെങ്കിൽ ലീഗാണ്. തീർച്ചയായും കോൺഗ്രസിലേക്ക് ഒരു നാലാംകിട നേതാവ് എത്തിയാൽ പോലും തങ്ങളെ പോയി കാണണമെന്ന ഗതികേടാണ് എന്ന് K സുരേന്ദ്രൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് വാസ്തവമാണ്. ലീഗിൻ്റെ തലതൊട്ടപ്പനോ അല്ലെങ്കിൽ ലീഗിൻ്റെ പരമോന്നത നേതാവോ അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇവിടെ ജനങ്ങളുണ്ട്, വോട്ടർമാരാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആ വിലക്കെടുക്കണം, അല്ലാതെ അതിനെ വർഗീയവൽക്കരിച്ച് മറ്റെന്തെങ്കിലും സ്വാർത്ഥലാഭത്തിന് വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുന്നിടത്താണ് കുബുദ്ധി പ്രവർത്തിക്കുന്നതെന്ന പച്ച പരമാർത്ഥം പൊതുജനം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.